ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്മീൻ കൊണ്ടുള്ള മീൻകറിയാണ് കേട്ടോ. ഞാൻ അതിനു വേണ്ടിയിട്ട് 1 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഈ മീൻകറിയിലേക്ക് നമ്മൾ കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള കാശ്മീരി മുളക് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഒരു 20 മുതൽ 25 മുളക് വരെ ഞാൻ എടുക്കുന്നുണ്ട്. അത് ചെറുതും വലുതും ഒക്കെ ആയതുകൊണ്ടാണ് 20 മുതൽ 25 വരെ എടുത്തിരിക്കുന്നത്. ഇതിന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള മുളകില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഒരു 4 പുളി 3-4 പുളി എടുത്താൽ മതി. അത് പുളിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 പുളിയാണ്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചതാണ്. അപ്പം പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. എന്നാൽ മാത്രം മീൻ കറി വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ഓയിൽ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വരുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എരിവ് കുറഞ്ഞിട്ടുള്ള ഒരു മുളകാണ് കേട്ടോ. അതുകൊണ്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് എല്ലാത്തിൻ്റെയും പച്ചച്ചൊവ ഒന്ന് മാറണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി നല്ലതുപോലെ പച്ചച്ചൊവയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം ചേർക്കുന്നത്. വലുതാണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയേ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാവേ. തക്കാളി ഒരുപാട് വെന്തുടഞ്ഞൊന്നും വരണ്ട. ഇതിലേക്ക് 1 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കണം. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന കാശ്മീരി മുളകില്ലേ, അതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാവേ. ഒന്ന് ചൂടാകുന്നത് വരെ അടച്ചു വെക്കാം. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് പുളി ചേർക്കാനുള്ളതാണ്. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ മീൻകറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക. ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിവെള്ളവും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാവേ. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ചൊന്ന് മുമ്പിലോട്ട് നിന്നോട്ടെ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ലൈറ്റായിട്ട് മതി. അല്ലെങ്കിൽ ഒന്ന് ചട്ടിയൊന്നെടുത്ത് ചുറ്റിച്ച് കൊടുത്താലും മതി. മീനൊന്ന് പൊടിഞ്ഞു പോകാതെ ഇരിക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാവേ. മീനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരുവേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്